ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ച 6 താരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ആ 6 താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ താരങ്ങളെ സ്വന്തമാക്കിയിട്ടില്ലെങ്കിലും താരങ്ങളെ ലോണിലയച്ച് ബ്ലാസ്റ്റേഴ്സ് പൈസ ഉണ്ടാക്കുന്ന പരിപാടി മുടക്കിയിട്ടില്ല. ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസം ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിലെ മലയാളി യുവ ഡിഫൻഡർ തോമസ് ചെറിയാനെ ഐ ലീഗ് ക്ലബ്ബായ ചർച്ചിൽ ബ്രദേഴ്സിലേക്കും പുതിയ സൈനിങ് ആയ യുവ ലെഫ്റ്റ് ബാക്ക് താരം ലിക്മബം രാകേഷിനെ പഞ്ചാബിലേക്കും യുവ വിംഗർ ബികാസ് സിംഗിനെ കഴിഞ്ഞ സീസണിൽ ലോണിൽ അയച്ച സെയിം ക്ലബ്ബായ മുഹമ്മദ് നസിയിലേക്ക് വീണ്ടും ലോണിൽ അയച്ചിട്ടുണ്ട്. 3 താരങ്ങളും 1 വർഷ കരാറിലാണ് ലോണിൽ അയച്ചിട്ടുള്ളത്. ബികാസ് സിംഗിന്റെ കാര്യത്തിൽ 2025 മെയ്യോടെ ബ്ലാസ്റ്റേഴ്സുമായി കരാർ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ 2026 വരെ താരത്തിന്റെ കരാർ നീട്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ചത്. സത്യം പറഞ്ഞാൽ ബികാസ് സിംഗിനെ തുടരെ സെയിം ക്ലബിലേക്കുള്ള ലോണിൽ അയക്കൽ ചെറിയ ഭയം ഉണ്ടാക്കുന്നുണ്ട്. കാരണം മഹേഷ് സിംഗിനെയും ഇതുപോലെ 2 സീസണുകളിൽ തുടരെ ഈസ്റ്റ് ബംഗാളിലേക്ക് ലോണിൽ അയച്ചതാണ്. ഒടുവിൽ അവർക്ക് വിൽക്കുകയായിരുന്നു. പിന്നെയാണ് താരത്തിന്റെ മികച്ച കളി കണ്ടതും ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച മണ്ടത്തരമായി മാറിയതും. സോ ഇങ്ങനെയാണെങ്കിൽ ബികാസ് സിംഗിനെയും വിൽക്കാനാണ് സാധ്യത. സീസണിന്റെ തുടക്കത്തിൽ നിഹാലിനെ പഞ്ചാബ് FC ലോണിൽ അയച്ച ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 4 താരങ്ങളെ ഇതുവരെ ലോണിൽ അയച്ചിട്ടുണ്ട്. ഇനിയും 2-3 താരങ്ങളെയും ലോണിൽ അയക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസമായ ഇന്നലെ ചരിത്രത്തിൽ ആദ്യമായി നോർത്ത് ഈസ്റ്റ് കപ്പടിച്ച ദിവസം കൂടിയായിരുന്നു. ഇതോടെ ഒരു കപ്പ് പോലും ഇല്ലാത്ത ഏക ISL ക്ലബ്ബായി ബ്ലാസ്റ്റേഴ്സും മാറിയിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിട്ടും ഹാർഡ് വർക്കിങ്ങും ശരിയായ വിഷനും ക്ഷമയും കപ്പ് നേടിക്കൊടുക്കുമെന്ന് നോർത്ത് ഈസ്റ്റ് കാണിച്ചു തന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് സസ്റ്റൈനബിലിറ്റി പറഞ്ഞ് ഇവിടെ 10 കൊല്ലമായി മൂഞ്ചിയിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ഈ വിഷമത്തിനിടയിൽ ബ്ലാസ്റ്റേഴ്സ് താരം നോഹ് നേടിയ ഡ്യൂറൻ കപ്പ് ഗോൾഡൻ ബൂട്ടായിരുന്നു ആരാധകർക്ക് ഏക ആശ്വാസം നൽകിയത്. താരത്തിന് ഗോൾഡൻ ബൂട്ടിനൊപ്പം ലഭിച്ച 5 ലക്ഷം രൂപ നിഖിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അതും അടിച്ചുമാറ്റി പുതിയ ചിപ്സ് ഫ്ലേവറോ ഗോളിസോഡയോ ഉണ്ടാക്കാനായിരിക്കും ചാൻസ്. സോ നോഹിനോട് കുറച്ചു ദിവസം മാറി നിൽക്കാൻ പറഞ്ഞാൽ നന്നായിരുന്നു. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.